5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ ഇത് മൺസൂൺ കാലമാണ്, മഴക്കാലമാണ്. വലിയ തോതിലാണ് മഴ വന്നും പോയും ഒക്കെ നിൽക്കുന്നത്. എന്തായാലും തീരുമാനം വന്നു കഴിഞ്ഞു. ക്യാപ്റ്റൻ്റെ തീരുമാനം വന്നു. സതീശനിസം തീരുമാനിച്ചു കഴിഞ്ഞു. PV അൻവർ മഴയത്ത് നിൽക്കട്ടെ. അതിന് മഴ മാറുകയാണെങ്കിൽ നല്ല ചൂട് മടിക്കട്ടെ. എന്തായാലും അടച്ച വാതിൽ മണിച്ചിത്രത്താഴ് കൊണ്ടാണ് അടച്ചിരിക്കുന്നത്. അതിന് തുറക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ ഏഷ്യാനെറ്റിലെ വിനു ബി ജോണിനോട് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള വിനു ബി ജോണിന് കൊടുത്ത അഭിമുഖത്തിൽ കർക്കശ നിലപാടോടുകൂടി പറഞ്ഞു, തത്വാധിഷ്ഠിത നിലപാടിൽ നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ PV അൻവർ പുറത്ത് നിൽക്കും. അപ്പോൾ പറഞ്ഞു, സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ, പൂട്ടിയ താക്കോൽ ഉണ്ട്, കയ്യിലുണ്ട്, അത് എപ്പോൾ ഒന്ന് തുറക്കാമെന്നല്ലോ, താക്കോൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തുറക്കാൻ പറ്റില്ല. പൂട്ടാൻ തീരുമാനിച്ചത് UDF ഒന്നിച്ചാണ്. ഇനി തുറക്കാൻ തീരുമാനിക്കണമെങ്കിലും UDF മീറ്റിംഗ് കൂടി തീരുമാനിക്കണം. തൽക്കാലം UDF ചേരാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ചേർന്നാലും KPCCയുടെ തീരുമാനം വേണം. KPCCയുടെ തീരുമാനം വേണമെന്ന് പറഞ്ഞാൽ സതീശൻ്റെ തീരുമാനം വേണം. കാരണം ഇന്നലത്തെ തിരഞ്ഞെടുപ്പോടുകൂടി അജയ്യനായി, ചോദ്യം ചെയ്യാൻ പറ്റാത്ത, കോൺഗ്രസിനകത്ത് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നേതാവായി, പ്രത്യേകിച്ച് യുവാക്കളുടെയൊക്കെ ഹരമായി സതീശൻ മാറിക്കഴിഞ്ഞു. സതീശനിസം ഉണ്ട് എന്ന് സതീശൻ സമ്മതിച്ചാലുമില്ലെങ്കിലും സംസ്ഥാനത്ത് സതീശനിസം വളർന്നു കഴിഞ്ഞു. മോദി പറഞ്ഞിട്ടല്ലല്ലോ മോദിസം ഉണ്ടാകുന്നത്, പിണറായി പറഞ്ഞല്ലോ പിണറായിസം ഉണ്ടായത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഗാന്ധി പറഞ്ഞിട്ടല്ലല്ലോ ഗാന്ധിസം ഉണ്ടാകുന്നത്. ഇപ്പോൾ സതീശനിസം ഉണ്ടായിക്കഴിഞ്ഞു. ഇന്നലെ സതീശൻ വാതിൽ അടച്ചു കഴിഞ്ഞു. ഇനി ആ വാതിൽ വലിയ പൂട്ടിട്ടാണ് പൂട്ടിയിരിക്കുന്നത്. എളുപ്പമല്ല, അത് തുറക്കുക പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ അൻവർ ഇനി എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഇന്ന് വരുന്ന ദിവസങ്ങളിൽ കാണാം അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ്, രാഷ്ട്രീയമായ തീരുമാനം എന്താണ്. എന്തായാലും ഇടതുപക്ഷത്തിൽ പോകാൻ കഴിയില്ല. കാര്യം അവിടെ പിണറായിസം നേരത്തെ തന്നെ വാതിൽ സെൻട്രൽ ജയിൽ പോലെ വാതിൽ അടച്ചിരിക്കുകയാണ്. ഇനി അവിടെ കയറണമെങ്കിൽ വലിയ പ്രോസസ്സാണ്, ഒരു കാരണവശാലും നടക്കുന്നതല്ല. അൻവറിന് താല്പര്യവുമില്ല. പിന്നെ ഏക കോട്ട എന്ന് പറയുന്നത് പൊന്നാപുരം കോട്ടയാണ്. അതിൻ്റെ വാതിൽ നന്നായി താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. സതീശൻ്റെ കയ്യിലാണ് താക്കോൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇനി UDF സമ്മതിച്ചാലും താക്കോൽ സതീശൻ എടുത്തു കൊടുക്കുമോ? അത് മാത്രമല്ല, സതീശൻ ഊണിലും ഉറക്കത്തിലും മേശയിലും അലമാരയിലും വയ്ക്കാതെ പണ്ട് കാലത്തൊക്കെ ഈ നായർ തറവാടുകളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാർ കുറവാണ്, സ്ത്രീകളൊക്കെ ഈ താക്കോൽ കൂട്ടം, കുറേ പുരുഷന്മാരൊക്കെ ചെയ്തിരുന്നു. തൻ്റെ ഒരു കൂട്ടം താക്കോൽ കാണും. ആ താക്കോൽ കൂട്ടം മടിക്കുത്തിലായിരിക്കും വച്ചിരിക്കുന്നത്. കാരണം താഴെ വെച്ചാൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി വല്ല എടുത്തുകൊണ്ട് പോയാലോ. അതുകൊണ്ട് സതീശൻ്റെ മടിക്കുത്തിലാണോ എന്തായാലും ഒരു കനം കാണുന്നുണ്ട്. അതൊരു താക്കോലാണ്, മണിച്ചിത്രത്താഴിലെ താക്കോലാണ്. പൊന്നാപുരം കോട്ട പൂട്ടിയിരിക്കുകയാണ്. അൻവറിക്ക കുറച്ചു കാലം കൂടെ മഴയത്ത് നിന്നേ കഴിയൂ. അതിനിടയിൽ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ വളരെ അടിയന്തരമായി KPCC യോഗം ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടെന്ന് പറയുന്നു. KPCC യോഗം ചേരട്ടെ, UDFും ചേരാൻ കഴിയട്ടെ. അപ്പോൾ UDF ഘടകകക്ഷികളെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായിട്ടുള്ള ഒരു ലേസറിലൂടെ നമുക്ക് ഇദ്ദേഹം അൻവർക്കാക്കി ആ കാര്യങ്ങൾ നടത്താം. എന്തായാലും എല്ലാം ശുഭമായി അവസാനിക്കട്ടെ.